ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്കറിയാം, നല്ല രീതിയിലൊരു ക്രാഷ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി ഈ ഒരു സപ്പോർട്ട്, ഓക്കെ, ഇപ്പം ഞാൻ ഇത് ആഡ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ബോളിഞ്ചർ ബാൻഡാണ്. ഇപ്പം ഈ ഒരു സപ്പോർട്ട് നമുക്ക് ഇതിന് മുമ്പേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഇവിടെ എല്ലാം ഈ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഓക്കെ, ഇവിടെ എല്ലാം ഈ നേരത്തെ തന്നെ നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഇവിടുന്ന് താഴോട്ട് മൂവ്മെൻറ്റ്സ് താഴോട്ട് വരാൻ സാധ്യത ഇല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ നേരത്തെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കില്ല, നമുക്ക് ഈ ഒരു ഓറഞ്ച് ലൈനിൽ നിന്ന് താഴോട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ക്രാഷിലോട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ആ രീതിയിൽ ഒരു ക്രാഷ് വന്നത്. ഓക്കെ, അപ്പം ഇത് സപ്പോർട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഒരു റണ്ണിങ് വന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കേണ്ടത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് മൂവ് ആവും എന്ന് നമുക്ക് പിന്നെ നമുക്ക് നോക്കണ്ടതെന്ന് പറഞ്ഞാൽ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമുക്ക് ഞാൻ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ആൾ കോയിൻസ് നല്ല രീതിയിലുള്ളൊരു ക്രാഷ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ നല്ല രീതിയിലുള്ള ആൾറെഡി ഒരു ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ഡിലേ വന്നിട്ടുണ്ട്. ഓക്കെ, അതിപ്പം ഈ ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു പീരീഡിൽ ഒരു 6 മാസത്തോളം നമുക്കൊരു ആൾ സീസൺ എന്തായാലും പ്രതീക്ഷിക്കാം. അത് ആൾ സീസൺ എല്ലാ ആൾ കോയിൻസും നല്ല രീതിയിലുള്ളൊരു ഹൈലോട്ട് പോകും. ഓക്കെ, അത് ഈ ബിറ്റ്കോയിൻ ഇനി ഒരു റാലി കംപ്ലീറ്റ് ആയിട്ടില്ല. ബിറ്റ്കോയിൻ്റെ റാലി കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് ഈ ഒരു വിധം നമുക്ക് ഇനി ഒരു മൂവ്മെൻറ്റ്, അടുത്ത നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് എന്തായാലും ആൾ കോയിൻസ് നല്ല രീതിയിലുള്ളൊരു ഇതിൽ പമ്പിലോട്ട് പോകും. ഇപ്പം നല്ല രീതിയിൽ നമുക്കറിയാം, നല്ലൊരു ലിക്വിഡേഷൻ വന്നിട്ടുണ്ട്. ബിറ്റ്കോയിനിൽ ഓവറായിട്ട് ലോങ്ങും ഷോർട്ടും ഒക്കെ ലോങ് ചെയ്തവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറയാറുണ്ട്, ഈ ഒരു ബുൾ സീസണിൻ്റെ അവസാനത്തോടുകൂടി നിങ്ങൾ മാക്സിമം ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഒഴിവാക്കുക. ഓക്കെ, സ്പോട്ടിൽ ബൈ ചെയ്തിടുക, അതാണ് ബെറ്റർ.